വിശുദ്ധ പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 42 പ്രാർത്ഥനകളെക്കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. In the 14 epistles written by Paul, there are 42 instances of prayer or 42 instances where Paul prays. 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ 25 പ്രാർത്ഥനകൾ. In the 4 gospels we can see 25 prayers of Lord Jesus Christ. ഈ 25 പ്രാർത്ഥനകളിൽ 9 പ്രാർത്ഥനകൾ യേശുക്രിസ്തുവിന്റെ ഏകാന്ത പ്രാർത്ഥന. Within the 25 prayers that Christ prayed, 9 of those prayers are when he was alone. ഈ എല്ലാ ഏകാന്ത പ്രാർത്ഥനകളും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു വരുമ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. When you look at the prayers that he prays when he's alone, all 9 prayers have different contexts or different situations. പൗലോസിന്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും എന്നെ അധികം സ്വാധീനിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ വായിച്ചതായ വേദഭാഗം. These verses that we read is a prayer of Paul that has greatly influenced me. എൻ്റെ പഠനത്തിൽ വ്യാഖ്യാനിക്കുവാൻ വളരെ പ്രയാസമുള്ള 2 പുസ്തകങ്ങളാണ് എഫേസ്യ ലേഖനവും റോമാ ലേഖനവും. In my learnings, in my studies, the 2 books that I found very difficult to interpret and understand is the book of Romans and the letter to എങ്കിലും Ephesians. ഈ എഫേസ്യ ലേഖനം വളരെയധികം വായിക്കുവാനും പഠിക്കുവാനും ഇടയായി തീർന്നു. Even then I still would read and meditate and study upon these 2 books. ഈ ഭാഗത്തിൽ നിന്നും പൗലോസിന്റെ പ്രാർത്ഥന നമ്മളോടുള്ള ബന്ധത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. And in this prayer of Paul, what we understand is what should our prayer look like in relation to our church. ഇങ്ങനെ വായിക്കുന്നു, അത് നിമിത്തം ഞാനും നിങ്ങൾക്കും കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നു. Verse 15 and 16, therefore I also, after I heard of your faith in the Lord Jesus and your love for all the saints, do not cease to give thanks for you, making mention of you in my prayers. ഇതാണ് ഓരോ ക്രിസ്തീയ വിശ്വാസികളും ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നാമത്തെ ഒരു കാര്യം. What is that one thing that every Christian should do? നമ്മുടെ സഭയിലുള്ള ഓരോ വിശ്വാസികളുടെ വിശ്വാസത്തെയും ദൈവത്തോടുള്ള സ്നേഹത്തെയും വിശുദ്ധതയും ഓർത്ത് കൊണ്ട് ദൈവത്തിന് അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. We shall give thanks unto the Lord when we think about every saint, every believer, every member of a church for their faithfulness and for their love. അതാണ് പൗലോസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. That's what Paul consistently did. നമ്മുടെ ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഓരോരുത്തരെയും സ്നേഹത്തെയും വിശ്വാസത്തെയും വിശുദ്ധിയെയും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വിളിയെയും ശുശ്രൂഷകളും ഓർത്തുകൊണ്ട് കർത്താവേ ഈ സഹോദരനായി ഈ സഹോദരിക്കായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാറുണ്ടോ? How often do we, or do we even spend time looking at every person that comes to our church and looking at their love, their faith and their service and say, Lord, I praise God for the way that you're ministering through them or using them. ഈ 21 ദിവസത്തെ പ്രാർത്ഥനകളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that in the 21 days of prayer and fasting that we do, let there be instances in which we have such disciplines where we pray for others. ഞാൻ അറിവ് ശരിയെങ്കിൽ ഈ സഭയുടെ ആത്മീയ ഉണർവനായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണല്ലോ ഇത്. If my understanding is correct, I realize that this prayer and fasting is for the revival of the church. ഈ ആത്മീയ ഉണർവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ശൗമേലിന്റെ പുസ്തകത്തിലും അവിടെ രാജാക്കന്മാർ ചെയ്തിട്ടുള്ള അവരുടെ ഉണർവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഈ തരുണത്തിൽ നിങ്ങൾ പഠിക്കുന്നതും നല്ലതാണ്. When we think about revival, when we pray about the revival in church, it's good to study what happens in the book of Chronicles, the book of Kings, and what those kings did to restore or to bring about revival in that അതോടൊപ്പം nation. ലോക ചരിത്രത്തിൽ ഈ പട്ടണത്തിൽ നിന്നും ഒരു അമേരിക്കൻ കനേഡിയനായിട്ടുള്ള ജോൺ ജി ലേക്ക് എന്ന് പറയപ്പെടുന്ന ഒരു മിഷണറി ദൈവദാസൻ ഇവിടുന്ന് 1880 ജനിച്ചു. അദ്ദേഹം 10 വർഷം സൗത്ത് ആഫ്രിക്കയിൽ പോയി മിഷണറി പ്രവർത്തനം ചെയ്തു. From this city, from this surroundings, a man named John G. Lake, who was born in the 1880s, he went and ministered in South Africa for a decade. എന്ന് 10 വർഷത്തിനുള്ളിൽ 6000 സഭകൾ സ്ഥാപിച്ചു. In those 10 years, he established 6,000 churches. അതിഭയങ്കരമായ ഒരു പകർച്ചവ്യാധി അവിടെ ഉണ്ടായി.
There's a big disease, a epidemics. pandemic that took place in that. Many people died. അനേകർ മരിച്ചു. ഇദ്ദേഹം ഈ എപ്പിഡമിക്സ് പകർച്ചവ്യാധി വ്യാപരിച്ച ഈ ആളുകളുടെ ക്യാമ്പിൽ പോയി. He went to the camp where the disease or sick persons of the epidemics were stored. അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് തുടങ്ങി. He started to serve them. മറ്റുള്ള ആളുകൾക്ക് വളരെ അതിശയമായി ഇദ്ദേഹം മരിക്കുന്നില്ല, അവിടേക്ക് പോകുന്ന ആളുകളെല്ലാം പെട്ടെന്ന് മരിക്കുന്നു. The people were amazed that as he comes in to serve them, he was not dying, but every person that was brought into that camp was dying. അവിടെയുള്ള മെഡിക്കൽ ഡോക്ടേഴ്സ് പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് മരിക്കാത്തത്? So the doctors asked him, why is that you're not dying? ഞങ്ങൾക്ക് നിന്റെ മേൽ നിന്റെ ശരീരത്തിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. We're going to test your body. ഈ രോഗികളായിരിക്കുന്ന ആളുകളുടേതായിരിക്കുന്ന ശരീരത്തിൽ ചില വൈറസ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കൈയുടെ മുകളിൽ ഇങ്ങനെ വെച്ചു. So the doctors took some of the viruses from the sick people and they put it on the skin of the pastor. ഈ വൈറസ് ഒരു ശരീരത്തിൽ പ്രവേശിച്ചാൽ പെട്ടെന്ന് അദ്ദേഹം മരിക്കും. If this virus enters into the bloodstream or the body, he immediately dies. ഡോക്ടേഴ്സ് 10 മിനിറ്റ് അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. And the doctors observed it for 10 minutes. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന കൈയുടെ മേൽ ഉണ്ടായിരുന്ന വൈറസ് മുഴുവനും മരിച്ചു, ചത്തുപോയി. And after they observed for 10 minutes, the virus on that person's skin, the missionary's skin, all died. അപ്പോൾ ഡോക്ടേഴ്സ് ചോദിച്ചു, എന്താണ് കാരണം? The doctors asked, what's the reason? എൻ്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട്. He said, there's a life within me. ആ ജീവൻ ജീവിപ്പിക്കുന്ന ജീവനാണ്. That life within me is the one that എൻ്റെ gives ശരീരത്തെ life. കൊല്ലുവാൻ വരുന്ന സകലത്തെയും തകർക്കുവാൻ മരിപ്പിക്കുവാൻ ശക്തിയുള്ള ഒരു ജീവൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞു. He said, there's a life within me that destroys all things that come against my body and attack me, and that life is within me. അദ്ദേഹത്തിന്റെ റിവൈവലിനെ കുറിച്ചുള്ള ബുക്കുകൾ നിങ്ങൾ വാങ്ങി വായിക്കുക. You should buy his books about revival and read it. ബെയ്ലർ യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി ഇവിടെയുണ്ട്, അമേരിക്കയിലുണ്ട്. There's a university called Baylor University. ആ യൂണിവേഴ്സിറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ചെറിയ മനുഷ്യനുണ്ട്, ഒരു ബാലനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കറുത്ത മുത്ത് എന്നാണ്. There's a young man who worked behind the establishment of the university. His nickname was Black Pearl. അദ്ദേഹത്തിന്റെ പേര് സാമുവൽ മോറിസ്. His name was Samuel Morris. 4 വർഷമേ അദ്ദേഹം ഇവിടെ ജീവിച്ചുള്ളൂ. He only lived here for 4 years. 4 വർഷത്തിനുള്ളിൽ In those 4 years, ആ ബെയ്ലർ യൂണിവേഴ്സിറ്റി വളരെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ വളർച്ച പ്രാപിച്ചു. അനേക ആളുകൾ പഠിച്ചിറങ്ങിയ വലിയ യൂണിവേഴ്സിറ്റിയായി മാറുവാൻ ഇടയായി തീർന്നു. That university experienced tremendous growth and many people came and was educated in that university. അദ്ദേഹം ചാപ്പലിലേക്ക് ചെന്ന് അവിടെ നിൽക്കുമ്പോൾ പ്രസംഗിക്കാറില്ല. When he goes to the chapel, he wouldn't necessarily preach. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ when he stands there, മറ്റുള്ള കുട്ടികളെല്ലാം പാപബോധമുണ്ടായി പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. The students would come into the chapel, they would be convicted of their sin, they would repent and they would come to the Lord. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുമായിരിക്കുന്ന സഭയെ എനിക്ക് നിങ്ങളോട് സന്ദേശമുണ്ട്. In 21 days of fasting prayer, this church, I have a message for you. നിങ്ങൾ ഈ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുമ്പോൾ, when we come inside the sanctuary, ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, when we leave this sanctuary, അവിശ്വാസികളായ ആളുകൾ നിങ്ങളുടെ മുമ്പിലുള്ള ദൈവത്തിന്റെ തേജസ്സിനെ കണ്ടിട്ട്, unbelievers should see the glory of God evidence in our lives, പാപത്തെ ഏറ്റുപറഞ്ഞ് കരഞ്ഞുകൊണ്ട്, and they would repent of their sins and cry out. ദൈവത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്ന ഒരു അനുഭവമായി ഈ സഭ മാറട്ടെ എന്ന് ഞാൻ I pray that the church would turn into something where the sinners, unbelievers can come to the Lord. ഒന്നാം നൂറ്റാണ്ടിലെ സഭ പോലെ ഈ സഭ മാറട്ടെ എന്ന് ഞാൻ I പ്രാർത്ഥിക്കുകയാണ്. pray that the church becomes a church like the first century church. ആത്മീയ പ്രവാചകന്മാരെ ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സഭയായി മാറട്ടെ എന്ന് ഞാൻ I pray പ്രാർത്ഥിക്കുകയാണ്. that the church raises up prophets and spiritual ministers. നിങ്ങളുടെ ഓരോ വീടുകളും പ്രാർത്ഥനയുടെ ജാതികൾക്ക് പ്രാർത്ഥന ആലയമായി മാറട്ടെ എന്ന് ഞാൻ I പ്രഖ്യാപിക്കുകയാണ്. declare that our houses can be turned into a sanctuary that we pray for the Gentiles. ഈ സഭാ ഹോൾ should be a prayer house for the Gentiles. ഈ ആലയം പ്രാർത്ഥനയുടെ ആലയമാക്കി മാറ്റണം. അതാണ് ഏറ്റവും വലിയ ഉണർവ്. That is the greatest revival. സഭയ്ക്കുള്ളിൽ വലിയ പ്രാർത്ഥനയുടെ ഗ്രൂപ്പ് ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ഉണർവ്. Having a group of people praying is the greatest revival in the church. എൻകറേജ്, ഞാൻ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു. I encourage all of you. പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുക. Set aside time. വായിച്ച ഭാഗത്തിലേക്ക് മടങ്ങി വരാം. Let's come to the 6 കാര്യങ്ങൾ പൗലോസോട് പറയുന്നു. 6 things Paul talks about. ഒന്നാമത്തെ കാര്യം 17ഉം 18ഉം വാക്യത്തിലുണ്ട്. First thing is found in verses 17 and 18. അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, നോളജിൽ
ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. That he may give you the spirit of wisdom and revelation in the knowledge of him. രണ്ടാമത്തെ പ്രാർത്ഥന, Second prayer, ഹൃദയത്തിന് ദൃഷ്ടി പ്രകാശിക്കുക എന്ന് പ്രാർത്ഥിക്കുന്നു. the eyes of your understanding be open or enlightened. മൂന്നാമത്തെ പ്രാർത്ഥന, Third prayer, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശിത ധനം മഹിമാധനം എന്തെന്ന് പ്രാർത്ഥിക്കുന്നു. to know the riches of the glory of the inheritance of the saints. അതിനുശേഷം പറയുന്നത് ദൈവത്തിന്റെ കൃപയുടെ ശക്തി വ്യാപരിക്കണമെന്ന് പറയുന്നു. Then he says the exceeding greatness of his power towards us. വിശ്വസിക്കുന്ന നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അത്യന്തമായ ശക്തിയുടെ വലിപ്പം എന്തെന്ന് അറിയണം എന്ന് പ്രാർത്ഥിക്കുന്നു. What is the exceeding greatness of his power towards us who believe according to the working of his mighty power? ആ ശക്തി മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച് സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തി എന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു. Paul is praying that power is the one that worked in Christ, raised him from the dead and seated him at the right hand in the heavenly places. ഈ ആറ് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ് പൗലോസിന്റെ പ്രാർത്ഥന. Paul's prayer in this instance contains of these 6 things. ഒന്നാമതായി ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുക. The first thing that I want to think about is the eyes of your understanding being enlightened. പൗലോസ് പ്രാർത്ഥിച്ചുവെങ്കിലും Even though Paul prayed, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളോട് ഉത്സാഹിപ്പിക്കുന്നത് നിങ്ങളും ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. I encourage you this evening as a church that we would also pray, Lord, open the eyes of my ഞാൻ understanding. ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇനി എന്തിന്റെ കുറവാണുള്ളത്? I was thinking to myself, what do you lack? ജോലിക്ക് ജോലിയുണ്ട്, You have jobs, വീടിന് വീടുണ്ട്, you have a house, കുഞ്ഞുങ്ങളെല്ലാം നല്ലവണ്ണം പഠിക്കുന്നു, your kids are studying well, സാഹചര്യമൊക്കെ എല്ലാം നല്ലതായി പോകുന്നു. our circumstances are going well. ഇനിയും ഏത് അനുഗ്രഹത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? What blessing are you praying for? Are you with me? എന്നോട് കൂടെ ഉണ്ടോ നിങ്ങൾ? Amen. ഇനി നിങ്ങൾ ഏത് അനുഗ്രഹത്തിന് വേണ്ടിയായി പ്രാർത്ഥിക്കുന്നത്? What blessing are you praying for? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, Let me tell you this നിങ്ങൾ evening, ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കൂ. do you have the desire to pray in this കർത്താവേ, manner? എൻ്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. Lord, may the eyes of my understanding be enlightened. നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ, Lord, എൻ്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. the eyes of my understanding be enlightened. ഒന്നോട് പറയാം, കർത്താവേ, Lord, എൻ്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ ഒന്ന് the പ്രകാശിപ്പിക്കണമേ. eyes of my understanding would be enlightened. ഒരു പ്രാവശ്യം കൂടെ പറയാം, One കർത്താവേ, more time, the Lord, എൻ്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ ഒന്ന് the പ്രകാശിപ്പിക്കണമേ. eyes of my understanding be enlightened. ഹല്ലേലൂയ. ഇങ്ങനെ നാം പ്രാർത്ഥിച്ച് മുന്നേറിയാൽ, If we move forward with such a prayer, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ, if we seek his kingdom and his righteousness first, ഇതൊക്കെയും നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞ കർത്താവ് വിശ്വസ്തനാണ്. if that Lord who told us everything else will be added unto you, he is faithful. നിങ്ങളുടെ ആത്മാവ് ശുഭമായും സുഖമായിരിക്കുന്നത് പോലെ Just like for your soul to prosper and to be നിങ്ങൾ well. സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം എന്ന് ഗായോസ് പ്രാർത്ഥിക്കുന്നു. And Gaius is praying that I want you to be well in your soul and spirit. ആത്മാവിന്റെ ഉന്നതിയാണ് മറ്റെല്ലാ ഉന്നതിയുടെയും പിന്നിലുള്ളത്. The increase of the spiritual life is greater than every other exaltation that you have. ആത്മീയ വിഷയങ്ങളിൽ നിങ്ങൾ ഉന്നതരായാൽ, If we become increased in the spiritual matters, നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ പിന്നാലെ വന്നുകൊള്ളും. everything that we need to live and survive on this earth will be automatically added to അത് us. ഞാൻ നിങ്ങളോട് പറയട്ടെ, Let me tell you one thing. മറ്റെല്ലാ പ്രാർത്ഥനകളും നിർത്തിയിട്ടെ Stop every other prayer request. കർത്താവേ, ആത്മാവിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുക. Pray that the eyes of understanding would be ഇതാണ് enlightened. പൗലോസിന്റെ പ്രാർത്ഥന. This is Paul's prayer. ഓരോ വിശ്വാസികളുടെ പൗലോസിന്റെ പ്രാർത്ഥന ഇതാണ്. This is the Paul's prayers for every believer. നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റെടുക്കാം. Can we also accept this prayer? കർത്താവേ, എൻ്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. Lord, enlighten my eyes. ഹൃദയ ദൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ When we talk about the eyes of the understanding, റോമാലേഖനം 7-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നമ്മുടെ അകത്തെ മനുഷ്യൻ. in Romans chapter 7 verse 22 we read our inner man. ഒന്ന് പത്രോസ് 1 Peter chapter 3 verse 4 says ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ. ഒന്ന് പത്രോസ് 3:4 പറയുന്നു the inner man. എൻ്റെ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ.
the sincere, the inner man of my heart. That should be enlightened. അതൊന്ന് വികസിപ്പിക്കണം. പ്രകാശമായി തീരണം. അതൊരു പ്രകാശമായി. അല്പനിമിഷം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. I want to explain that a little bit. നാം എല്ലാവരും നിത്യജീവനെ പ്രാപിച്ചവരാണ്. We have all received eternal life. എന്നാൽ ഒരു കാര്യമുണ്ട്. But there is one പല thing. ആളുടെയും ജീവിതത്തിൽ നിത്യജീവൻ only work in the spirit realm. ചിലരുടെ ജീവിതത്തിൽ ആ നിത്യജീവൻ എന്ന് പറയുന്നത് ആത്മീക മണ്ഡലത്തിൽ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. നമ്മുടെ ശരീരം ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ആണ്. Our body is tri-based or trichotomy. It's body, soul and spirit. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ when we were saved, ദൈവത്തിന്റെ ജീവനായിരിക്കുന്ന നിത്യജീവൻ, the life of God, the abundant life of God, the eternal life, നമ്മുടെ ആത്മാവിലേക്ക് വന്നു കഴിഞ്ഞു. it came into our soul. എന്നാൽ ആ നിത്യജീവൻ but that eternal life, ആത്മാവിൽ മാത്രം നിൽക്കേണ്ടതല്ല. it's not just supposed to be contained within the spiritual life. അത് നമ്മുടെ പ്രാണനിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും പോകണം. it should come to our soul and our body. അതിന്റെ ബലവും സൗഖ്യവും ആരോഗ്യവും എല്ലാം നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ പ്രാണനിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും പോകണം. all the benefits, the healing, all the blessings of that should come to our soul and our body. എന്താണ് പ്രാണൻ എന്ന് പറയപ്പെടുന്നത്? എന്താണ് പ്രാണൻ? soul. What is soul? Soul means ആത്മാവ് എന്ന് പ്രാണൻ എന്ന് പറഞ്ഞാൽ it's a part of our heart. നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്. It's a part of our mind. നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗമാണ്. It's our emotion. നമ്മുടെ വികാരമാണ്. It's our imagination. നമ്മുടെ സങ്കല്പമാണ്. It's our subconscious. നമ്മുടെ അവബോധമാണ്. It's our motivation. നമ്മുടെ പ്രേരണയാണ്. It's our character. നമ്മുടെ സ്വഭാവമാണ്. ഇതെല്ലാം ബന്ധപ്പെട്ടതാണ് soul എന്ന് പറയപ്പെടുന്നത്. soul is inclusive of all these things. എന്ന് പറഞ്ഞാൽ what does that mean? നമ്മുടെ ആത്മാവിൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ when our soul was saved, നമ്മുടെ പ്രാണന്റെ എല്ലാ ഭാഗങ്ങളെയും കൺട്രോൾ ചെയ്തേണ്ട ദൈവത്തിന്റെ ആത്മാവാണ്. every aspect of our soul should be controlled by the Spirit of God. Our emotion should be controlled by the Spirit of God. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടത്. Hallelujah. Amen. Our emotion, our intelligence, everything should be controlled by the Spirit of God. നമ്മുടെ വികാരങ്ങളും നമ്മുടെ ബുദ്ധിക്ക് മണ്ഡലം എല്ലാം നിയന്ത്രിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ്. നമ്മുടെ ഭാവനകളെ എല്ലാം നിയന്ത്രിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ്. Our imagination should be controlled by the Holy Spirit. That means our soul should be under the control of the Spirit of God. അതിന്റെ അർത്ഥം നമ്മുടെ പ്രാണൻ ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്ത് നമ്മുടെ പ്രാണനോട് പറയുന്നുവോ, whatever the Holy Spirit tells our soul, അതിനെ അടിമയായി അതിനെ അനുസരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ പ്രാണനിൽ ഉണ്ടാകണം. that soul should have the desire to completely obey, completely surrender to the Holy Spirit. നമ്മുടെ പ്രാണനിൽ നിന്നും from within our soul, ഈ നിത്യജീവൻ this eternal life, നമ്മുടെ ശരീരത്തിലേക്ക് പോകണം. it should transfer to our body. Hallelujah. Amen. Our body, our soul and spirit, നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും സമ്പൂർണ്ണമായി ദൈവത്തിന്റെ ആത്മാവിനാൽ കവർ ചെയ്യപ്പെട്ടിരിക്കണം. the Holy Spirit should control every aspect of all three parts of us. നമ്മുടെ ശരീരത്തിന് 3 പ്രക്രിയകളാണ് ഉള്ളത്. there are 3 creative things in our body. ഒന്നാമത്തെ കാര്യം റിസീവ്, ഒന്നാമത്തേത് സ്വീകരിക്കുക. രണ്ടാമത്തെ കാര്യം റിജക്റ്റ് ഇറ്റ് or react it. the second is പ്രതികരണം. മൂന്നാമത്തെ കാര്യം റിജക്റ്റ് ഇറ്റ്. the third is to reject it. ഇത് നമ്മുടെ ശരീരത്തിന്റെ പ്രക്രിയ. that is what the body does. ദൈവത്തിന്റെ ആത്മാവ്, the Spirit of God, ദൈവത്തിന്റെ ജീവൻ, the eternal life from നമ്മുടെ God, പ്രാണനിലേക്ക് വന്നു കഴിയുമ്പോൾ, after received in the soul, നമ്മുടെ പ്രാണൻ ആത്മാവിന് അടിമയായി തീരുമ്പോൾ, when the soul is surrendered to the Holy നമ്മുടെ Spirit, പ്രാണനിൽ നിന്നും from our soul ശരീരത്തിലേക്ക് to our body, ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കണം. the life from God must be transferred. ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുന്നതിനെയാണ് പൗലോസ് പറയുന്നത്. and to that life that is being imparted to the body, Lord Paul says, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. obey the Holy Spirit, walk in the Spirit, mortify the deeds of the flesh and obey the Spirit of God. നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരവിപ്പിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഒരു വിശ്വാസി തന്റെ ശരീരത്തെ അവൻ അടക്കുന്നില്ല എങ്കിൽ, he is not mortifying the work of the body. Yes, if a believer is not mortifying, putting to death the works of the body, 16 doors this body will open towards our spirit. 16 വാതിലുകൾ ഈ ആത്മാവ് അനുസരിക്കാത്ത ആത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് തുറക്കപ്പെടും. അതുകൊണ്ടാണ് ആത്മീയരായ പലരും, that's why even some spiritual people, ജഡപ്രകാരം ജീവിക്കുവാൻ ഇടയായി തീരുന്നത്. that's why they still live in the flesh. എനിക്ക് അതിലേക്ക് പോകാൻ സമയമില്ല, വളരെ ഡീപ്പ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. I don't have the time to go deep into that subject this നമുക്ക് morning. പ്രാർത്ഥിക്കണം, കർത്താവേ, but let's pray, Lord, എൻ്റെ ആത്മിക ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. let the eyes of my understanding be enlightened. എന്തിനു വേണ്ടി പ്രകാശിപ്പിക്കണം? നമ്പർ 1, for what
heart should be enlightened. Number one, എന്റെ ദൈവം എന്നെ വിളിച്ച വിളിയുടെ ആശയം എന്തെന്ന് I മനസ്സിലാക്കണം. want to know the hope of His calling. Why God called you? നിങ്ങളെ എന്താണ് ദൈവം എല്ലാവരും വിളിച്ചിരിക്കുന്നത്? പറയണം ദൈവം എന്നെ വിളിച്ചു. Yes, God ചില has പറയും called. ദൈവം വിളിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. Some people say, I don't know if God has എന്നാൽ called me. ദൈവം വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശം ഒരു ആശയമുണ്ട്. There's a hope and a purpose for the calling that God has for you. അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. You should pray for that. ആ ദൈവം നമ്മെ വിളിച്ച ആശ എന്തെന്ന് മനസ്സിലായെങ്കിൽ If we don't understand the hope of His calling, നമുക്ക് സമ്പൂർണ്ണമായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുകയില്ല. we're not able to completely be useful as the way God desires us to be. തിരുവചനം വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളെ കുറിച്ചുണ്ട്. When we read in the scriptures, we see many instances of എഫേസ്യ that. ലേഖനം 1-4 വാക്യം വായിക്കുമ്പോൾ Ephesians chapter 1 verse 3 and 4. ലോകത്തിന്റെ സ്ഥാപനത്തിന് മുൻപ് അവൻ നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. Just as He chose us in Him before the foundation of the world. നിങ്ങൾ അവന്റെ മുൻപിൽ നിഷ്കളങ്കരും വിശുദ്ധരുമാകേണ്ടതിന് ലോകത്തിന്റെ സ്ഥാപനത്തിന് മുൻപ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. God has chosen us to be holy and blameless before the foundation of the world. ലോകത്തിന്റെ സ്ഥാപനത്തിന് മുൻപ് എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം, The purpose of us being chosen before the foundation of the world, വിശുദ്ധരും നിഷ്കളങ്കമാരുമായി തീരുക. to be holy and to be Lift up blameless. your hands and say thank you Jesus for നമ്മുടെ that. കരങ്ങൾ ഉയർത്തി നമുക്ക് പറയാം, കർത്താവേ നന്ദി. എന്താണ് ഈ വിശുദ്ധരും നിഷ്കളങ്കരും എന്ന് പറഞ്ഞാൽ? What does it mean to be holy and ഇന്ന് blameless? സഭകളിൽ കേൾക്കാത്ത രണ്ട് ശബ്ദമുണ്ട്. There are two voices that we don't hear in church anymore. Number 1 is holiness. ഒന്ന് വിശുദ്ധി. Number 2 is the baptism of the Holy Spirit. രണ്ട് ആത്മാവിനാൽ അഭിഷേകം സ്നാനം. എന്തുകൊണ്ടാണ് വിശുദ്ധി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് സഭയിൽ അധികമായി കേൾക്കാത്തതിന്റെ കാരണം? Why is that we don't hear about holiness in the church anymore? There is a reason. അതിനൊരു കാരണമുണ്ട്. Because many of us for many years do not understand what is the meaning of holiness. കാരണം വർഷങ്ങളായി നമുക്ക് ഇതുവരെയും അറിയേണ്ടതുപോലെ അറിയത്തില്ല എന്താണ് വിശുദ്ധി എന്നുള്ളത്. കാരണം Reason being, വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. in the scriptures it talks about the holiness of God, it also talks about the holiness of man. ഇത് രണ്ടിനെ കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും വിശുദ്ധി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നത്. Because we don't understand the difference between the two, that's why we don't fully understand what holiness really means. ദൈവത്തെ കുറിച്ചുള്ള വിശുദ്ധി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ, when it was recorded about the holiness of God, അതിന്റെ എബ്രായ ഭാഷയിൽ in the language of Hebrews, കാഡോഷ് എന്ന് പറയപ്പെടുന്ന പദമാണ് കാഡോഷ്. the word that is used is kadosh. അപ്പോൾ ദൈവത്തെ കുറിച്ച് എബ്രായ ഭാഷയിൽ കാഡോഷ് എന്ന് എഴുതുമ്പോൾ, in the Hebrew language it says kadosh for holiness. ആ വാക്കിന്റെ മുകളിൽ 2 ഡോട്ട്സ് അവിടെ ഇടും. In the Hebrew linguistics or the Hebrew alphabet, there are 2 dots listed. ആ ഡോട്ട്സ് ഇട്ട് കാണുമ്പോൾ മനസ്സിലാക്കണം ഈ വചനം ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. And when we see those 2 dots, that indicates that portion is speaking about the holiness of God. ദൈവത്തിന് മനുഷ്യന്റെ വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ, But when it talks about the holiness of man, സെയിം വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. the same word is being used, പക്ഷേ അവിടെ ഒറ്റ ഡോട്ടേ ഇട്ടിട്ടുള്ളൂ. but only 1 dot is there. അതിന്റെ കാരണം, The reason being, നമുക്കാർക്കും ദൈവത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ പറ്റത്തില്ല. none of us are able to live in the same holiness that Lord God lives. ദൈവത്തിന് മാത്രമേ ദൈവത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡിൽ ജീവിക്കുവാൻ പറ്റുകയുള്ളൂ. Only God is able to live to the measure of the holiness that God has. അതുകൊണ്ട് Because of that, നമ്മൾ ഇതിനെ തെറ്റിദ്ധരിച്ചു പോകുന്നു. we often misunderstand it. എന്നാൽ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരായി ജീവിക്കേണ്ടത്? But how is it that we should be living a faithful life? അത് Holy ചോദിച്ചാൽ life? ദൈവം നമുക്ക് തന്നിരിക്കുന്ന തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതാണ് വിശുദ്ധിയുടെ ജീവിതം. When we live according to the word of God that's been given to us in that standard, that's what it means to live a holy life. ഹല്ലേലൂയ. Amen. ദൈവത്തിന്റെ വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. We are not able to live to the measure of the holiness that God has. ദൈവവചനത്തിന്റെ അനുസരിച്ച് ജീവിക്കുന്നതാണ് വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് But to live പറയപ്പെടുന്നത്. according to the obedience of the word of God is to say that I am living in holiness. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, To love your neighbor as yourself, what does that mean? അതാണ് വിശുദ്ധിയുടെ ജീവിതം. That's a life of holiness. അത് സാധിക്കുന്നുണ്ടോ? Is that possible? Is it actually true in our life? ചോദിക്കല്ലേ, ഇല്ലയോ? ചോദ്യം ചോദിക്കരുത്. Don't ask those type of questions, right? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ, If you love one another, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്നറിയപ്പെടും. you will be known as my disciples. 1 John 3:15. First യോഹന്നാൻ 3:15. If you hate your brother, you are a murderer. നിങ്ങൾ നിന്റെ സഹോദരനെ വെറുക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കൊലപാതകൻ.
and no murderer has got eternal life in him. ഒരു കൊലപാതകനും ഒരിക്കലും നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കത്തില്ല. What is hate means? എന്താണ് വെറുക്കുക എന്ന് പറയാൻ? ദൈവം എന്നെ പഠിപ്പിക്കാൻ ദൈവം ഒരു സംഭവം എൻ്റെ മുൻപിൽ കൊണ്ട് ഞാൻ വിവരിക്കാൻ സമയമില്ല. God brought an instance before me. I don't have the time to talk about it. ഇതായിരുന്നു, എപ്പോഴും എല്ലാ ശനിയാഴ്ചയും ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വരും. Every Saturday a servant of God would come to our ഒരു house. itinerary evangelist. ഒരു സുവിശേഷകൻ. ഞാൻ പലപ്പോഴും പറഞ്ഞു, ശനിയാഴ്ച വരരുത് ദൈവദാസ. I would always tell him, don't come to my house on Saturdays. ശനിയാഴ്ച ദിവസമാണ് എനിക്ക് അല്പമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുള്ളത്. And Saturday is set aside for me to finish up some responsibilities. ദിവസം ശനിയാഴ്ച വരും. But every Saturday he comes. എന്ന് വന്നാലും അദ്ദേഹത്തിന് ലഞ്ച് സമയത്ത് ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ സമയത്ത് ഡിന്നറ്. ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ വൈഫ് ഒരു ഓഫറിംഗ് മാത്രമേ കൊടുത്തു വിടും. And every time he comes, breakfast, lunch and dinner is provided, and then my wife would give an offering when he leaves. I was so tired. ഞാൻ വളരെ ക്ഷീണിച്ചു. എനിക്ക് അല്പം മനസ്സിൽ അല്പം വിഷമമുണ്ടായി. I was a little grieved in my heart. അല്പം ദേഷ്യമുണ്ടായി. Some anger also came. ഞാൻ രാവിലെ ശനിയാഴ്ച ഒരു അത്യാവശ്യത്തിന് പോയി. I was going someplace as an emergency. വൈഫ് എന്നോട് വിളിച്ചു പറഞ്ഞു, ഇന്നാൾ ഇവിടെ വന്നിട്ടുണ്ട്. My wife called me and said that evangelist is there. ഞാൻ പറഞ്ഞു, ഞാൻ എളുപ്പം വരുന്നു. I said I will come back quickly. ഞാൻ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു. വൈഫ് കതവ് തുറന്നു. ഞാൻ അകത്തേക്ക് പോയി. I came back to my house. I rang the doorbell. She opened the door. I went inside. അകത്തേക്ക് പോയപ്പോൾ ആ മനുഷ്യരിക്കുന്ന സ്ഥലത്തേക്ക് പോലും ഞാൻ നോക്കിയില്ല. I didn't even look to the place where that evangelist was sitting. കാരണം എൻ്റെ ഉള്ളിൽ ഒരു ഹേറ്റ്, ഒരു മനോഭാവം എൻ്റെ ഉള്ളിലുണ്ട്. There's a little friction or hatred in my mindset. കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ശനിയാഴ്ച ദിവസം വരരുത്. Because I've already told him, don't come on Saturdays. പക്ഷെ ഞാൻ അകത്ത് കയറിയപ്പോൾ when I went inside, എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരമായി. There's a great burden in my heart. എന്നോട് പറഞ്ഞു, he is also a child of God. ദൈവനോട് പറഞ്ഞു, he is a child of God. ദൈവനോട് പറഞ്ഞു, അദ്ദേഹം ഒരു ദൈവ പൈതലാണ്. Go and ask forgiveness. അദ്ദേഹത്തോട് പോയി ക്ഷമ ചോദിക്കുക. I asked forgiveness to him. ഞാൻ പോയി ക്ഷമ ചോദിച്ചു. എന്താണ് ഹേറ്റ് എന്ന് അറിയാമോ? എന്താണ് പകയ്ക്കുക എന്ന് പറഞ്ഞാൽ? Hate means ignoring the presence of a person is called hate. ഒരു മനുഷ്യന്റെ സാന്നിധ്യം നമ്മൾ അവഗണിക്കുന്നതാണ് പകയ്ക്കുക എന്ന് പറയുന്നത്. ഹലോ, are you with me? ഒരു സഹോദരന്റെ ഒരു സഹോദരിയോടെയോ സാന്നിധ്യത്തെ നമ്മൾ ഇല്ലാതെ എന്ന് കാണിക്കുന്ന, ഇഗ്നറായിട്ട് ചെയ്യുന്നതിനാണ് കുറിച്ച് ഹേറ്റ് എന്ന് പറയുന്നത്. Hatred means when you have someone's presence next to you but ignore or neglect that person, that's what hatred means. എത്ര പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ അറിയാതെ സംഭവിച്ചിട്ടുണ്ട്? How often those type of instances have happened in our life? ഒന്ന് പറയാമോ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ? This evening can we say, Lord forgive me? അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊലപാതകനാ. If we don't do it, or if we have that type of behavior, we are murderers. കത്തിയില്ലാതെ കുത്തിക്കൊല്ലുന്നതാണ് അതിന് പറയുന്ന പേരെ. We are killing people without a weapon. നമ്മളെല്ലാവരും സ്വർഗ്ഗത്തിൽ പോകണ്ടേ? We all want to go to heaven. Are you going to go to heaven? നിങ്ങളെല്ലാം സ്വർഗ്ഗത്തിൽ പോവോ? പോണോ? Do you want to go? How about this one? ഇതെങ്ങനെയുണ്ട്? ഈ അനുഭവം എങ്ങനെയുണ്ട്? How is this behavior? Rectify with God tonight. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. ഉപവാസത്തിന്റെയൊക്കെ ആരംഭം ഇതൊക്കെയാണ്. This is the beginning of fasting. ആമേൻ. വീട്ടിലോ അയൽവക്കത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഹേറ്റ് ആയിട്ടുള്ള മനോഭാവം ഉണ്ടെങ്കിൽ കടന്നുപോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. If you have someone, a neighbor, somebody in your own house or church that you have hatred towards, go up to them, reconcile and ask for forgiveness. ആരോ ഓർമ്മപ്പെടും, നമ്മുടെ നാട്ടിൽ തുമ്മുക എന്ന് പറഞ്ഞാൽ ആരോ നമ്മളെ കുറിച്ച് പറയുന്നു എന്നതിന്റെ അർത്ഥം. Back in India, if you sneeze, someone will say, "Oh, someone is thinking about you." I'm sorry, I'm not telling to you, sir. I'm sorry for that. But in case if something is happening, it's good. അഥവാ അങ്ങനെ സംഭവിച്ചാൽ നല്ലത്. My goodness. Amen. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഓടിപ്പോകട്ടെ. Amen. മൂന്നാമത്തെ കാര്യം, the third thing, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. The riches of the glory of his inheritance in the saints. അതിന്റെ അടുത്തതുള്ള അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ ശക്തിയാൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്തമായ ശക്തിയുടെ അളവറ്റ വലുപ്പം എന്ന് മനസ്സിലാക്കണം. What is the exceeding greatness of his power towards us who believe according to the working of his mighty power? ആ ശക്തി ക്രിസ്തുവിലും വ്യാപിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തി. And that same power worked in Christ and raised him from the dead and seated him at his right hand in heavenly places. Let me come into the main area of the message. ഈ സന്ദേശത്തിന്റെ പ്രധാന വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. പൗലോസ് ഈ ലേഖനം എഴുതിയപ്പോൾ, when Paul writes this epistle, ഒന്നാമത്തെ വാക്യം തൊട്ട് 23-ാമത്തെ വാക്യം വരെ, from verse 1 until the verse 23, ഈ വാക്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ, to explain this verse, പൗലോസ് 4 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. he uses 4 words.
വെറും 4 വാക്കുകൾ. Only 4 words. അതിന്റെ ഒന്നാമത്തെ വാക്കാണ് First word, ഡുനാമിസ് എന്ന് പറയപ്പെടുന്ന വാക്കാണ്. the word is dunamis. ഡുനാമിസ് എന്ന് പറയപ്പെടുന്ന വാക്കാണ് പൗലോസ് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. And Paul uses the first word that he uses is the word dunamis. ദൈവത്തിന്റെ അത്യന്തമായ ശക്തി. The exceeding greatness of God's power. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയണം, കർത്താവേ നിന്റെ അത്യന്തമായ ശക്തിയുടെ അളവറ്റ വലുപ്പം കാണുവാൻ എൻ്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. When we pray, we should pray, Lord, let my eyes, my understanding be enlightened so that I may see the exceeding greatness of your power. ഒരു കാര്യം നാം മനസ്സിലാക്കാം, ശക്തിക്ക് അളവില്ല, ശക്തിക്ക് വലുപ്പമുണ്ട്. We must understand there is no measure to the strength, but there's a greatness to the strength. ഈ ഡുനാമിസ് എന്ന് പറയുന്നത്, This dunamis means this refers to inherent power. ഇത് നമുക്ക് സ്വയമായി ഉള്ള ഒരു ശക്തി എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അതിനാണ് ഡൈനോമ എന്ന് പറയപ്പെടുന്നത്. That's where dynamo comes from. പണ്ട് നാട്ടിലൊക്കെ ഞാൻ ജീവിച്ചപ്പോൾ ഒരിക്കൽ പഴയ സൈക്കിൾ ഉണ്ടായിരുന്നു. When I lived in Kerala back in the days, I had a bicycle. ആ സൈക്കിൾ ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. I have traveled on that bicycle many places. ആ സൈക്കിളിന് ഒരു ഡൈനോമയുണ്ട്. And there's a unit called dynamo on that cycle. മുന്നിൽ ഒരു ലൈറ്റ് ഉണ്ട്. And there's a headlight on the front. ബാക്കിലെ ടയറിൽ ഒരു ഡൈനോമയുണ്ട്. And attached to the tire is this unit called dynamo. അതങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ When you press it, ഈ ഡൈനോമ ഈ വീലിനെ റൊട്ടേറ്റ് ചെയ്യും. when you pedal the bike, the back tire turns and this dynamo also turns. ക്യാപ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ That cap on that unit turns. ആ ഡൈനാമ യൂണിറ്റിന്റെ അകത്തൊരു പവർ ഉണ്ട്. And there's a battery power or there's a power generated from bicycling. ആ പവർ ലൈറ്റ് ആയിട്ട് വരും. And that power transmits to the headlight and becomes a light. That means that this dynamo has the power to develop or reproduce another power. ഇതിന്റെ അർത്ഥം ഈ ഒരു ചെറിയ സാധനത്തിന് ശക്തി ഉണ്ടാക്കിയിട്ട് വേറെ ശക്തി ഉളവാക്കുവാൻ സാധിക്കപ്പെടുന്നു. That means dunamis means here ഇവിടെയുള്ള അതിന്റെ അർത്ഥം is the dynamic ability cause the changes. ഒരു മാറ്റം ഉണ്ടാകാൻ, വ്യതിയാനം ഉണ്ടാക്കുവാൻ വരുന്ന ഒരു ശക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ ശക്തി പ്രാപിക്കുമ്പോൾ, That's why Paul said when you receive power of the Lord, നിങ്ങൾ ദൈവത്തിന്റെ ശക്തി പ്രാപിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. when you receive the power of the Holy Spirit, you become a witness. He has the ability to cause changes in us and through us. ആ ശക്തി നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മളിലും നമ്മളിൽ കൂടെയും വ്യതിയാനങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ആ ശക്തിയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്, exceeding greatness of his power. Of that power, Paul says, exceeding greatness of the power. Incomparable power. താരതമ്യപ്പെടാൻ സാധിക്കാത്ത ഒരു ശക്തി. It's mighty, explosive, beyond measure. അളവ് അല്ലെങ്കിൽ അളക്കുവാൻ സാധിക്കാത്ത രീതിയിൽ വളരെ അത്യന്ത ശക്തി. അന്ന് പറഞ്ഞിരിക്കുന്ന പേരാണ് മെഗാത്തോൺ എന്ന് പറയപ്പെടുന്ന പേരാണ് മെഗാത്തോൺ. That's where the word megaton comes from. Megaton means explosive power equals to 1 million tons of TNT. സ്ഫോടന ശക്തിയുള്ള 1 മില്യൺ 10 ലക്ഷം ശക്തി വരുന്ന ഒരു ഡൈനമൈറ്റിന്റെ ശക്തി. അതാണ് മെഗാത്തോൺ. That's what megaton means. അതിനെക്കുറിച്ച് പറയുമ്പോൾ when we talk about it, 1 TNT means 100,000. ഒരു TNTയുടെ ശക്തി എന്ന് പറയുന്നത് 1 ലക്ഷം. 1 million means 10 lakhs Indian calculation. In Indian calculations, 1 million എന്ന് പറയുമ്പോൾ 10 ലക്ഷം. That means 10 lakh into 1 lakh means 1 crore lakhs power. That means അല്ലെങ്കിൽ അതിന്റെ അർത്ഥം 1 കോടി ഗുണം 10 ലക്ഷം ആ ശക്തിയുടെ അളവാണ് കാണിക്കുന്നത്. Dunamis in the power. That is the power of dunamis. ഈ പവർ ആണ് ദൈവം ഒരു വിശ്വാസിയിൽ നൽകപ്പെട്ടിരിക്കുന്നത്. This is the power that is given to a believer. It's atomic explosive power. ഇതൊരു വളരെ സ്ഫോടന ശക്തിയുള്ള വസ്തുവായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ദാനിയേൽ 11:32 ഇങ്ങനെ പറഞ്ഞു. That's why we read in Daniel chapter 11 verse 32. ദൈവത്തെ അറിയുന്നവർ they will do great things for me. Those who ദൈവത്തെ അറിയുന്നവർ അവർ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി ഉള്ളതുകൊണ്ട്, because the greatness of his power is within us, ഞാൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ when I knew God, ഈ അത്യന്തമായ ശക്തി this great power എന്നിലേക്ക് തന്നു. he gave it to me. It's very explosive. ഇത് വളരെ ശക്തി നിറഞ്ഞത് അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് സഭയോട് പ്രാർത്ഥിക്കുന്നത്. And Paul is encouraging the church to pray for that. സഭയെ നിങ്ങൾ സാധാരണ വിശ്വാസിയായി
വിശ്വാസിയായിട്ട് ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. The church, the Lord does not desire for you to be ordinary believers. ഹല്ലേലൂയ. Amen. നിങ്ങൾ ആരും സാധാരണ വിശ്വാസിയായി ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. God does not desire that you sit around like an ordinary believer. ദൈവത്തെ അറിയുന്ന നിങ്ങൾ വലിയ കാര്യങ്ങൾ, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് ഇവിടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God desires that those of us who know God would do great and explosive things for God. That's what we need to do. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 21 ദിവസം വാസം കഴിയുമ്പോൾ ഇതേ ഒരു അനുഭവത്തിലേക്ക് നാം മാറ്റപ്പെടണം. When the 21 days of fasting and prayer ends, we should be transformed into such a situation. Explosive power of God should be in us. വെടി പൊട്ടുന്നത് പോലെ സ്ഫോടന വസ്തു പോലെ പൊട്ടുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പെട്ടെന്ന് ഓടിപ്പോകട്ടെ. Let me move forward even though I want to share a few more things about it. രണ്ടാമത്തെ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, the second word that Paul uses, God's energia. God's energia. God's energia. God's energia എന്ന് പറഞ്ഞാൽ, what does that mean? What does God's energia mean? ഈ ദൈവത്തിന്റെ അത്യന്തമായ ശക്തിയെ, this eternal, this great exceeding power of God, നമ്മളിൽ കൂടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ദൈവം പ്രോഗ്രാം ചെയ്യുന്നു. that God is programming how this should be manifested or evidence within us. ദൈവം നമുക്കൂടി ദൈവത്തിന് ശക്തി തന്നിട്ട് മാറിയിരുന്നില്ല. God just didn't simply give us the power and then sit idle. ദൈവം അതിന്റെ പിന്നിലിരുന്നിട്ട് and in behind the scenes, ഓരോ വിശ്വാസിയിൽ കൂടെ, through each believer, ഈ ദൈവത്തിന്റെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പവറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ പ്രോഗ്രാം ചെയ്യണം, സഭയിൽ എങ്ങനെ പ്രവർത്തിക്കണം, സഭയിൽ കൂടെ എങ്ങനെ പ്രവർത്തിക്കണം, ഓരോ വിശ്വാസികളുടെ വീട്ടിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ദൈവം ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And behind the scenes God is programming, so the power is creatively used and God is deciding and programming how it should be used within the church, through the church, in the house and through the house. അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, so we should pray tonight, Lord, എൻ്റെ ആത്മീയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. the eyes of my understanding should be enlightened. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ഇന്ന് പ്രാർത്ഥിച്ചു, Can കർത്താവേ, we all raise our hands and pray? എൻ്റെ ആത്മീയ ദൃഷ്ടി ഒന്ന് The പ്രകാശിപ്പിക്കണം. eyes of my understanding should be enlightened. നീ എന്നിൽ തന്നിട്ടുള്ള ഈ അത്യന്തമായ ശക്തി, this great power that you have given unto me, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, how should it work, perform, എങ്ങനെയാണ് എന്നിൽ കൂടെ പ്രവർത്തിക്കേണ്ടത്, how should it be creatively used within എങ്ങനെയാണ് me, എൻ്റെ വീട്ടിൽ കൂടെ പ്രവർത്തിക്കേണ്ടത്, how should it be used in my house, എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കേണ്ടത്, how should it be used in my body, എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കേണ്ടത്, how is it be used in my body, എങ്ങനെ എൻ്റെ സഭയിൽ പ്രവർത്തിക്കേണ്ടത്, how should it be used in my church, എങ്ങനെ എൻ്റെ വായിൽ കൂടെ പ്രവർത്തിക്കേണ്ടത് how should it be used in my words, എന്ന് കാണുവാൻ to see that, എൻ്റെ ഹൃദയത്തിലെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. I enlighten the eyes of my understanding. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ When we pray like that, ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുവാൻ വിശ്വസ്തനാണ്. God is faithful to hear our prayers. ആ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. That God will reveal to അത് us. നിങ്ങളിൽ കൂടെ ദൈവം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി God കൊടുക്കും. will demonstrate that others might see it. ആ ഒരു ആഗ്രഹത്തിനോട് കർത്താവേ, എൻ്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. With that desire we shall pray, oh Lord, enlighten the eyes of my understanding. മൂന്നാമത്തെ പദം പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്, The third thing that third word God Paul uses, God's Christos. God's Christos. God's Christos എന്ന് പറഞ്ഞാൽ the resisting power of God. The resisting power of God. എതിർക്കുന്ന പ്രതിവിധിയുള്ള ശക്തി, ദൈവത്തിന്റെ ശക്തി. എന്താണ് ഇവിടെ എതിർക്കുന്ന ശക്തി? What is his resisting power? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പെടുന്നേൽപ്പിക്കുന്ന മുൻപായി, Before Christ was raised from the dead, യേശുവിന്റെ കല്ലറയ്ക്കൽ 3 ശക്തികൾ ഉണ്ടായിരുന്നു. there are 3 powers at the tomb of the Lord Jesus. ഒന്ന് റോമാ പടയാളികൾ, One, the Roman soldiers. രണ്ടാമത് റോമാക്കാർ വെച്ചതായ വലിയ കല്ല്, Second thing, the big stone that the Romans put there. മൂന്നാമതായിട്ട് അവരെ വെച്ചതായ കല്ലിന്മേൽ വെച്ചതായിരിക്കുന്ന മുദ്ര. The third thing is the seal that the Romans put on the tomb. പടയാളികൾ, വലിയ കല്ല്, ഈ വലിയ മുദ്ര. Soldiers, this big stone and the seal. ഇത് യേശുവിനെ പുറത്തു വരാതിരിക്കുവാൻ അവർ ചെയ്ത റെസിസ്റ്റിംഗ് പവർ ആയിരുന്നു. To prevent Christ from coming out, to raise from the dead. These are the things that these are the powers they put together. എന്നാൽ യേശുവിനെ ഉയർപ്പിക്കുന്ന ദിവസം അതിരാവിലെ സമയം, But the day that Christ was to be raised, early in that morning, ദൈവത്തിന്റെ ആത്മാവ് കല്ലറയ്ക്കൽ വന്നു. the Holy Spirit came into the tomb where Christ was. ആദ്യം അവിടെ സംഭവിച്ചത്, അവിടെ കാത്തുനിന്ന പടയാളികൾ നിലത്തു വീണു. The first thing that happened, the soldiers that were guarding the tomb fell down. രണ്ടാമത്തെ കാര്യം സംഭവിച്ചത്, ആ ചെയിന്
അവിടെ പൊട്ടിപ്പോകുവാനിടയായി The തീർന്നു. second thing we see, the seal is broken. മൂന്നാമത്തെ കാര്യം ദൂതൻ വന്നിട്ട് കല്ല് ഉരുട്ടി മാറ്റി കളഞ്ഞു. Third thing, the angel comes and rolls away the stone. നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിച്ചാൽ, If our eyes of the understanding are നമ്മുടെ enlightened, ശുശ്രൂഷയ്ക്കെതിരായി, if the people come against our നമ്മുടെ ministry, കുഞ്ഞുങ്ങൾക്കെതിരായി, if people come against our നമ്മുടെ children, ഉയർച്ചയ്ക്കെതിരായി, against our increase, നമ്മുടെ ഭാവിക്കെതിരായി, against our നമ്മുടെ future, സമ്പത്തിനെതിരായി against our wealth, നിൽക്കുന്ന എല്ലാ റെസിസ്റ്റന്റ് പവറിനെയും to stand against all the resisting power ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനാൽ by the power of the Holy Spirit of God, തകർക്കപ്പെടുവാനിടയായി തീരും. it will be destroyed. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ If God is with us, പ്രതികൂലമാരെ, who will be against us? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ If God is for you, പ്രതികൂലമാരെ, who will be against ദൈവം you? നിനക്ക് അനുകൂലമെങ്കിൽ If God is for you, പ്രതികൂലമാരെ, who will be against എല്ലാ you? റെസിസ്റ്റൻസ് പവേഴ്സിനെയും God can break you tonight in the name of Jesus. എല്ലാ പ്രതിരോധ ശക്തികളെയും തകർക്കുവാൻ നമ്മുടെ ദൈവം മതിയായവൻ. നിങ്ങളുടെ ആത്മീയ കണ്ണുകളെയും തുറക്കുക. Open our eyes. കർത്താവേ, എന്റെ ആത്മീയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്ക്. Let my spiritual eyes be open. എനിക്കെതിരായി ഒത്തിരി ശക്തികൾ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. There are many forces standing against me. എന്നാൽ ആ ശക്തിയെ തകർക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തി വന്ന് പ്രവർത്തിക്കുന്നത് കാണുവാൻ എന്റെ ഹൃദയത്തിലെ കണ്ണുകളെ തുറക്കണം. Lord, open the eyes of my understanding that I may see that power, that exceeding power which comes and destroys the powers that stand against Come on, me. lift up your hands and praise the name of the Lord നമ്മുടെ Jesus. കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനെ ഇന്ന് മഹത്വപ്പെടുത്താം. എല്ലാ റെസിസ്റ്റന്റ് പവറും ബ്രേക്ക് ആകട്ടെ യേശുവിന്റെ എല്ലാ നാമത്തിൽ. പ്രതിരോധ ശക്തികളെയും ഇന്ന് രാത്രികാലം തകർക്കുമാറാകട്ടെ. ശരീരത്തിന്മേൽ രോഗത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി ബ്രേക്ക് ആകട്ടെ യേശുവിന്റെ Let നാമത്തിൽ. the disease, let the power of disease be broken this evening. മനസ്സിന്റെ സമാധാനത്തെ കെളുത്തിക്കളയുന്ന സകല റെസിസ്റ്റന്റ് പവർ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും ബ്രേക്ക് ആകട്ടെ യേശുവിന്റെ Let നാമത്തിൽ. the power that is coming in and destroying the peace in your life, in your family, let that be destroyed this evening. പരിശുദ്ധാത്മാവിന്റെ ക്രിയ നമ്മുടെ ഭവനങ്ങളിൽ ഈ ദിവസങ്ങളായി നടക്കട്ടെ. Let us see the work of the Holy Spirit within our family. സമയത്തിന് ചുരുക്കത്താൽ മുൻപോട്ടോട്ടെ, പെട്ടെന്ന് അവസാനിപ്പിക്കാം. നാലാമത്തെ വാക്കാണ് The fourth word, God's iskis. God's iskis. ഇസ്കിസ് എന്ന് പറഞ്ഞാൽ Iskis means ദൈവത്തിന്റെ റിസറക്ഷൻ പവർ. the power of God that resurrects. ആമേൻ. Amen. ഇതൊരു പ്രത്യേക റിസറക്ഷൻ പവർ ആണ്. ഇതൊരു പ്രത്യേക ശക്തിയാണ്. This is a unique or special power. ഈ ശക്തി This power, നമ്മുടെ ശരീരങ്ങളിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ്. this power can work in our body in multiple ways. ഈ ശക്തി ഒരു മനുഷ്യനിൽ പ്രവർത്തിച്ചാൽ, ഈ റിസറക്ഷൻ പവർ പ്രവർത്തിച്ചാൽ, If this resurrection power works in someone's life, സപ്തധാതുക്കൾ നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റീവ് ആകും. new things will be. സപ്തധാതുക്കൾ എന്ന് പറഞ്ഞാൽ 7 minerals will rejuvenate in our physical body. 7 minerals 7 minerals will rejuvenate in will our be physical rejuvenated body. within our physical body. അതാണ് ഈ പവറിന്റെ പ്രത്യേകത. That's the uniqueness of this Let me power. explain to you within a few minutes. വിശദീകരിക്കാം. യേശുവിനെ ഉയർക്കേണ്ട സമയമായി. It's time for Jesus to resurrect. യേശുവിനെ ഉയർക്കേണ്ട സമയം വന്നപ്പോൾ When it was time for his ആദ്യം rising, റെസിസ്റ്റന്റ് പവറിനെ ദൈവാത്മാവ് മാറ്റി. the Holy Spirit removed the resisting power. അതിനുശേഷമായിട്ട് After that, യേശുവിനെ ഉയർപ്പിക്കേണ്ട സമയം വന്നു. at the time for his rising, ആ യേശുവിനെ ഉയർപ്പിക്കുവാൻ for to resurrect him, മാനുഷികമായ ശക്തി കൊണ്ട് പറ്റത്തില്ല. it's impossible to do so അവിടെ with man's power. ദൈവത്തിന്റെ ആത്മാവ് അവിടെ വരണം. The Holy Spirit of God must be there. റോമാലേഖനം 8:15 ഇങ്ങനെ വായിക്കുന്നു, In Romans chapter 8 verse 11 അവനെ we read, മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അതേ ആത്മാവിനാൽ അവൻ ജീവിപ്പിക്കും. Yes, Romans 8 verse 11 Hallelujah. says, if the spirit of him who raised Jesus from the dead lives in you, he who raised Christ from the dead will give you life, your mortal bodies, through his spirit who lives in you. Jesus was dead, യേശു മരിച്ചവനായിരുന്നു, motionless. 3 days 3 ദിവസം inside the tomb. ഒരു കാരാഗ്രഹത്തിന്റെ His body was completely bound up with the clothes. തുണികളാൽ മറയപ്പെട്ട വ്യക്തി. അവരുടെ ശരീരം ഒരു ഐസ് കട്ട പോലെ, സിമന്റ് കട്ട പോലെയായി. His body became a solid block. Become so hard. അത് വളരെ കട്ടിയുള്ളതായി. അത് പുറത്തു വരുവാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് നിന്നു. It's hard to come out with that body. ആദ്യം ദൈവം ഈ റെസിസ്റ്റന്റ് പവറിനെ മാറ്റിയിട്ട് Once the Holy Spirit removed the resisting power, യേശുവിന്റെ ശരീരത്തെ ഉയർപ്പിക്കാനുള്ള ദൈവത്തിന്റെ ശക്തി അയക്കുകയാണ്. and now he's sending the power to resurrect him. That is his keys.
അതാണ് അതിന്റെ താക്കോൽ. അതങ്ങോട്ട് വന്നപ്പോൾ When that came, ആ ദൈവത്തിന്റെ ആത്മാവ് that same Spirit of God യേശുവിന്റെ കല്ലറയിലേക്ക് പ്രവേശിച്ചു. entered into the tomb of the Lord Jesus. യേശുവിന്റെ കല്ലറയിലേക്ക് പ്രവേശിച്ചപ്പോൾ After he entered the tomb of യേശുവിന്റെ Jesus, ശരീരത്തിലേക്ക് ജീവൻ കടന്നു വന്നു. life returned to the life Jesus ജീവൻ Christ. കടന്നു വന്നു. When life returned, മരണം മാറി, death was removed, ജീവൻ വന്നു. life came. ലൈഫിലെ സിറ്റുവേഷൻ ചേഞ്ച്ഡ്. അതിന്റെ അവസ്ഥ മാറി. ചലനം ആരംഭിക്കുവാൻ തുടങ്ങി. Movement started happening. ദൈവത്തിന്റെ ആത്മാവിലേക്ക് ചലനം ആരംഭിക്കുവാൻ തുടങ്ങി. The Holy Spirit started to move within himself. യേശു ജീവൻ പ്രാപിച്ചവനായി. Jesus became live. കല്ലറയുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. And he stood up in the midst of it. എഴുന്നേറ്റ് നിന്നിട്ട് ആ തുണികളെല്ലാം ചുരുട്ടി He folded up all the clothes in which he was wrapped ആ up. കല്ലറയ്ക്കൽ വെക്കുവാനിടയായി He തീർന്നു. laid it in the same tomb. യേശു ദൈവപുത്രനായതുകൊണ്ട് Because Jesus was Son of God. പുനരുത്ഥാനം ചെയ്തപ്പോൾ When he was resurrected, മാനുഷിക ശരീരത്തിലല്ല, not in his physical body, ഗ്ലോറിഫൈഡ് ബോഡിയിലാണ് യേശു he ഉയർത്തെഴുന്നേറ്റത്. came up in a glorified body. അതുകൊണ്ട് യേശുവിന്റെ ശരീരത്തിൽ Because of that, in the body of ഈ Christ, 7 minerals is not activated in the body of Jesus. ഈ പറയപ്പെട്ട വസ്തുക്കൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഇപ്പോൾ സജീവമല്ല. എന്നാൽ However, ഇപ്പോൾ ജീവിക്കുന്ന വിശ്വാസിയുടെ ശരീരത്തിൽ those of believers who are living ഈ today, resurrection power can work. ഈ പുനരുത്ഥാന ശക്തി നമ്മളിൽ പ്രവർത്തിക്കും. ഈ പുനരുത്ഥാന ശക്തി പ്രവർത്തിക്കുമ്പോൾ When this resurrecting power is working in നമ്മുടെ us, ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന what it creates within us, 7 മിനറൽസ് ഉണ്ട്. there are 7 minerals. നമ്പർ 1 ഒന്ന് മജ്ജ, നമ്പർ 2 രസം, നമ്പർ 3 മാംസം, നമ്പർ 4 അസ്ഥി, നമ്പർ 5 രക്തം, നമ്പർ 6 മേധസ്, നമ്പർ 7 ത്വക്കിന് രൂപാന്തരം ഉണ്ടാകുന്നു. skin, marrow, flesh, bones, all these things are now being renewed. ഈ റിസറക്ഷൻ പവർ ഈ പുനരുത്ഥാന ശക്തി നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ when it works within us, ഇതാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ സംഭവിക്കുന്നത്. this is what happens in our physical body. Our skin will be flourish and skin will be so soft and nice. നമ്മുടെ ത്വക്കിനൊരു മാറ്റം ഉണ്ടാകും, അതിനൊരു മൃദുലത ഉണ്ടാകുന്നു. നമ്മുടെ അസ്ഥികൾക്ക് ബലമുണ്ടാകും. Our bones become strengthened. നമ്മുടെ രക്തസമ്മർദ്ദം ഒരു നിലയിൽ വരുവാനിടയായി Our തീരും. blood pressure will be leveled out. മേധസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. Now marrow is forming. രസം നമ്മുടെ ശരീരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. Chemicals are now active and balanced. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കും. Now the inside of the flesh is working the way it's supposed to be. ഹല്ലേലൂയ. പൗലോസ് പ്രാർത്ഥിക്കുന്നു, ഈ ആത്മീയ ദൃഷ്ടി എന്ന് പ്രകാശിച്ചിട്ട് ദൈവം നിങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശരീരത്തിലും ചെയ്യുന്ന ദൈവത്തിന്റെ പുനരുത്ഥാനത്തിലെ ശക്തിയെ എനിക്കൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. Paul is praying, Lord, I want to understand how this resurrecting power works within my body. ഈ ശക്തി ഇന്ന് പ്രവർത്തിക്കുന്നുവെങ്കിൽ If this power works within you today, നമുക്ക് ഇനി രോഗിയായിട്ടിരിക്കേണ്ട അവകാശമില്ല. we will not be sick anymore. Are you believing me? ഈ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ If this power works in you, രോഗിയായിട്ടിരിക്കുവാൻ നമുക്ക് അവകാശമില്ല. we're not allowed to sit as a diseased Because person our anymore. body is the property of God. കാരണം നമ്മുടെ ശരീരം ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആണ്. എന്റെ ശരീരം ദൈവത്തിന്റെ സമ്പത്താണ്. My body is the possession of ഈ God. ദൈവത്തിന്റെ സമ്പത്തായിരിക്കുന്ന എന്റെ ശരീരത്തെ This possession of my body, that's a possession of God, സൂക്ഷിക്കുവാനായി to preserve it. ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്നു. The Holy Spirit has been given to us. 2 കൊരിന്ത്യർ 6:15 വായിക്കുമ്പോൾ 2 Corinthians chapter 6 verse ഈ 5. ആത്മാവ് നിങ്ങളിൽ വസിക്കുകയും നിങ്ങളിൽ നടക്കുകയും ചെയ്യുന്നു. This Spirit is living within you and is active within you. ആ വാക്ക് എന്ന വാക്കിന്റെ അർത്ഥം He's walking within you, which means എംപിരിപാറ്റിയോ എന്ന പദമാണ്. the root word is empiripatio. Empiripatio means അതിന്റെ അർത്ഥം walk up and down in a property as an overseer. ഒരു മേലധികാരി നടക്കുന്നത് പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഒരു ഉടമസ്ഥൻ തന്റെ വസ്തുവിന്റെ ചുറ്റിനും നടക്കുന്നത് പോലെ പരിശുദ്ധ ആത്മാവ് ദൈവത്തിന്റെ സമ്പത്തായിരിക്കുന്ന ഈ ശരീരത്തിന്റെ അകത്തും പുറത്തുമായി നടക്കുന്നു. And the Holy Spirit is walking around and within our body, overseeing what our body is doing. Hallelujah. Amen. നിങ്ങൾ പക്ഷേ അതിനെ അനുവദിച്ചാൽ If you allow that, he will recreate things for you.
ചിലത് വീണ്ടും രൂപീകരിക്കുവാൻ ക്രിയ ചെയ്യുവാൻ നിങ്ങളുടെ കർത്താവിന് സാധിക്കും. ശരീരത്തിന്റെ റീക്രിയേഷൻ നടക്കുവാൻ സാധിക്കും. ഒരു പുതിയ ഉൽപാദനം ഉണ്ടാകുവാൻ നിങ്ങളുടെ ചർച്ചിൽ ഒരു റീക്രിയേഷൻ നടക്കുവാൻ there സാധിക്കും. will be a recreative thing happening in the നിങ്ങളുടെ church. മനസ്സിൽ ഒരു റീക്രിയേഷൻ നടക്കുവാൻ In the സാധിക്കും. mind there's a recreation. നിങ്ങളുടെ വിഷനിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു റീക്രിയേഷൻ നടക്കുവാൻ In our സാധിക്കും. vision there will be recreation. നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ റീക്രിയേഷൻ നടക്കുവാൻ In our സാധിക്കും. life's relations there will be recreation. Because of the power of the resurrection power of Jesus. കാരണം അതിന് കാരണം ഈ പുനരുത്ഥാന ശക്തിയാണ്. ഒരു ദിവസം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let's close our eyes. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഇരിക്കൂ. Don't look at each other. പ്രാർത്ഥനയോടെ അന്തരീക്ഷത്തിൽ നമുക്കായിരിക്കാം. Let's be in the mindset of prayer. കർത്താവേ, എന്റെ ആത്മിക ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. Lord, open the eyes of my understanding. I want to know the hope of your calling in my life. എന്നെ വിളിച്ച വിളിയുടെ ആശ എനിക്ക് അറിയണം കർത്താവേ. കർത്താവേ, നീ എങ്ങനെയാണ് അത് എന്നിൽ കൂടെ പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് എനിക്കറിയണമേ. I want to know, Lord, how you are making it useful and programming it. പല വിശ്വാസികളും ദൈവം വരെ വിളിച്ചുവെങ്കിലും ദൈവം എങ്ങനെയാണ് അവരെ ശുശ്രൂഷയിൽ അവരുടെ പ്രവർത്തന മേഖലകളിൽ ദൈവം എങ്ങനെയാണ് അവർക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ തളർന്നിരിക്കുന്നവരാണ്. Many people are fatigued and tired because they don't know what God has called them, what purpose that God has programmed them to be. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുക. കർത്താവേ, I want to see the program that you have for me. My ഫാമിലിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള നിന്റെ പ്രോഗ്രാം എന്താണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ കാണിക്കണമേ. പുതിയ സ്റ്റെപ്പ് ഞാൻ എന്താണ് ശുശ്രൂഷിക്കായിട്ട് എടുക്കേണ്ടത്? പുതിയ സ്ഥലം എവിടെയാണ് ശുശ്രൂഷിക്കേണ്ടത് പോകട്ടെ? ഞാൻ പുതിയ ജോലിയിൽ എവിടെയാണ് പോകേണ്ടത്? കർത്താവിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ചിട്ട് എന്നെ ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കണമേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. Let's pray. Oh Lord, raise me up, open the eyes of my understanding that I may see the program for my individual life, for my family's life, for my church's life. What ministry doors are you opening for me? What new places of work or employment are you taking me, Lord, for me to see and understand all this? Open the eyes of my understanding. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആദരവോടുകൂടെ ദൈവസ്ഥാനം നിൽക്കുവാൻ സാധിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.